അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, വിശുദ്ധ കഅബയെ പൊളിക്കാമെന്ന അബ്രഹത്തിന്റെ സൈന്യത്തിന്റെയും ആനപ്പടയുടെയും കഥയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ആരായിരുന്നു അബ്രഹത്ത്? ഹബശയിലെ രാജാവായ നജ്ജാശി നിയോഗിച്ച ഭരണാധികാരിയായിരുന്നു അബ്രഹത്ത്. യമനിലെ പ്രസിദ്ധ പട്ടണമായ സനായിൽ അബ്രഹത്ത് അതിമനോഹരമായ ഒരു വലിയ ചർച്ച് പണിതു. എന്തായിരുന്നു അവന്റെ ലക്ഷ്യമെന്ന് അറിയുമോ? പരിശുദ്ധ കഅബയിലേക്ക് പോകുന്ന 10,000-ങ്ങളെ അബ്രഹത്തിന്റെ ചർച്ചിലേക്ക് ആകർഷിപ്പിച്ച് അവിടെ വരുത്തലായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ ഖുറൈശികൾ ആ ചർച്ചിനെ വെറുത്തു. അറബികൾ ആ ചർച്ചിനെ വെറുത്തു. ഖുറൈശികൾ ദേഷ്യപ്പെട്ടു. മാത്രമല്ല, കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവ് ചർച്ചിൽ വിസർജനം നടത്തി. ഖുറൈശികളിലെ ചില യുവാക്കൾ ചർച്ചിന് തീയിട്ടു. അങ്ങനെ ചർച്ച് കത്തി നശിച്ചു. അപ്പോൾ വിശുദ്ധ കഅബയെ പൊളിക്കുമെന്ന് അബ്രഹത്ത് സത്യം ചെയ്തു. ആനകളടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി കഅബ പൊളിക്കാൻ അവർ പുറപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിച്ചത്? അവർ മക്കയോടടുത്തു. അവിടെ കാണുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നുകളയുവാനും മുതലുകളൊക്കെ കവർച്ച ചെയ്യാനും നേതാവ് ഉത്തരവിട്ടു. അനുയായികൾ അതനുസരിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് തന്റെ ഖുറൈശ് സമുദായത്തോട് ആനകളെയും സൈന്യത്തെയും പേടിച്ച് മലമുകളിലും മലയിടുക്കിലും പോയി ഒളിക്കാൻ കൽപ്പിച്ചു. ശത്രു സൈന്യം കഅബയുടെ അടുത്തെത്തി. ഏറ്റവും മുൻനിരയിൽ ആനകളാണ്. ആനകൾ മുന്നോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല. പാപ്പന്മാർ എത്ര ശ്രമിച്ചിട്ടും ആനകൾ പിന്നോട്ടാണ് നടക്കുന്നത്. എന്തൊരു അത്ഭുതം അല്ലേ? പിന്നീട് എന്താണ് സംഭവിച്ചത് കൂട്ടുകാരെ? അപ്പോൾ അക്രമികൾക്ക് നേരെ അല്ലാഹു തആല കരിമ്പക്ഷികളെ അയച്ചു. അബാബീൽ പക്ഷികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പക്ഷികളുടെ ചുണ്ടിലും ഓരോ കാലുകളിലും ചുട്ടുപഴുത്ത കല്ലുകളാണുള്ളത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോംബുകൾ. കല്ലുകൾ ഓരോരുത്തരുടെ തലയിലും പക്ഷികൾ വർഷിച്ചു. തലയിൽ വീണ കല്ല് ഗുഹ്യഭാഗത്തു കൂടി പുറത്തു വന്നു. ഗുണപാഠം: ആര് അള്ളാഹുവിനോടും അവന്റെ ചിഹ്നങ്ങളോടും യുദ്ധം ചെയ്യുന്നുവോ അവനെ അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കും എന്നാണ്. കഥ മനസ്സിലായില്ലേ കൂട്ടുകാരെ? സൂറത്തുൽ ഫീലിൽ ഇത് അല്ലാഹു തആല പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.